ഗുരുവായൂരപ്പ, കൃഷ്ണ ഭഗവാനെ, അറിയാതെ നമ്മൾ ചില പുണ്യങ്ങളുടെ ഭാഗമാവില്ലേ? നമ്മളറിയാതെ തന്നെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാനൊരു വലിയ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുമായിരുന്നു. അവിടെ ഉത്സവമായിരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ അവിടെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്യൂവിലിങ്ങനെ ആൾക്കാരോടൊക്കെ ബന്ധുക്കളോടും വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു അമ്പലത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടു. ഒരു ആൺകുട്ടി ഓഫീസിൽ നിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മയും പിരിഞ്ഞാണ് നിൽക്കുന്നത്. കുട്ടി അച്ഛനും അമ്മയുടെ ഇടയിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയി. അപ്പോൾ അച്ഛനും അമ്മയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫീസിൽ ബന്ധപ്പെടുക. ഇത് സാധാരണ നമ്മൾ തിരക്കുള്ള അമ്പലങ്ങളിൽ ഇടയ്ക്ക് കേൾക്കാറുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു വിഷയമാണ്. എല്ലാവർക്കും അതൊരു കുട്ടിയെ പെട്ടെന്ന് കാണാണ്ടാവുമെന്ന് പറഞ്ഞാൽ എത്രയും അച്ഛനമ്മയ്ക്ക് ദുഃഖകരമായ സംഭവമാണ്. ഞാനത് കേട്ടു, ശ്രദ്ധിച്ചു. എൻ്റെ കൂടെ നിൽക്കുന്നവരാരും കേട്ടില്ല, ചുറ്റുമുള്ളവരാരും കേട്ടില്ല. അവരൊക്കെ സംസാരത്തിൽ മുഴുകി. ഞാൻ അറിയാതെ കേട്ടു. കുറച്ച് നേരം അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ വളരെ വിഷമിച്ച് എല്ലാ വരിയിൽ നിൽക്കുന്ന ആൾക്കാരോടും പോയി, ഒരു ആൺകുട്ടിയെ കണ്ടോ, ഒരു ആൺകുട്ടി എങ്ങാനും ഇതിൽ പോകുന്നത് കണ്ടോ? ആകെ നെഞ്ചത്തൊക്കെ കൈവച്ച് ആകെ സംഭ്രമമായിട്ട് ഭയങ്കര വിഷമിച്ചാണ് ആൾ പോകുന്നത്. അപ്പോൾ തന്നെ എനിക്കിത് ഓർമ്മ വന്നു. അവിടെ ആരും കേട്ടിട്ടില്ല, ഇല്ല, അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, അവിടെ ഓഫീസിൽ പോയി അന്വേഷിച്ചോളൂ. ഇപ്പം തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, അച്ഛനും അമ്മയും കൂട്ടം തെറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ട വഴിക്ക് ആൾ നെഞ്ചത്ത് കൈവച്ച് പെട്ടെന്ന് ഓടിപ്പോയി. പിന്നീട് എന്തോ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടി തന്നെയായിരിക്കും അത്. ആ അച്ഛൻ്റെ മോനായിരിക്കും. ഞാൻ പെട്ടെന്ന് തൊഴുത് കഴിഞ്ഞ് പോയി. പക്ഷേ ഈ സംഗതി എൻ്റെ മനസ്സിൽ കിടന്നു. ഞാൻ എപ്പോഴും ഓർക്കും, ആ അച്ഛനും മോനും ഒന്നു ചേർന്ന ആ നിമിഷം, ആ അച്ഛൻ്റെ സന്തോഷം എത്രമാത്രമായിരിക്കും. അതിൽ അറിയാതെ അത് ഒന്ന് അവരോട് അറിയിക്കാൻ, നിങ്ങളുടെ മോൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നറിയിക്കാൻ, അങ്ങനെ ഒരു പുണ്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ ഭഗവാനെ എന്നാലോചിച്ച് ഞാനിപ്പോഴും സന്തോഷിക്കുന്നുണ്ട്. അതിലെനിക്ക് വല്ലാത്ത സംതൃപ്തിയും അത്രയും ആനന്ദം എനിക്ക് എന്ത് വന്നാലും ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും കിട്ടാത്ത അത്ര സന്തോഷം അങ്ങനെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും ആ അച്ഛനും മോനും അമ്മയും ഒക്കെയായി സന്തോഷമായി എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.